നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. മീഡിയ മാറ്റേഴ്സ് എന്നുള്ള യൂണിറ്റിലെ ടോയ്സ് ടു ടീൻസ്. ആ ചാപ്റ്റർ നമ്മൾ എടുത്തിരുന്നു. അതിലെ സൈഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ, ആ ഒരു ഭാഗം റീവിസിറ്റ് ദ പാസേജ് എന്നുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആക്ടിവിറ്റീസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ഗ്രേസ് വോണ്ട് എ മോൺസ്റ്റർ ഹൈ ഡോൾ? എന്തിനായിരുന്നു ഒരു മോൺസ്റ്റർ ഹൈ ഡോളിനെ വേണ്ടുന്നത് ആ കുട്ടിക്ക്? ഗ്രേസ് വാണ്ടഡ് എ മോൺസ്റ്റർ ഹൈ ഡോൾ ബിക്കോസ് ഷീ തോട്ട് ദേ വെർ കൂൾ, എസ്പെഷ്യലി ഡ്രാക്കുലോറ ഹു ഹാഡ് കൂൾ ഔട്ട്ഫിറ്റ്സ് ആൻഡ് എ പെറ്റ് ബാറ്റ്. ഇനി ഇത് മലയാളത്തിൽ പറയണോ? ജസ്റ്റ് ഒന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് ആ കുട്ടിക്ക് ഈ ഹൈ ഡോൾസിനെ ആഗ്രഹം? എന്തുകൊണ്ടാണ്? അത് വളരെ കൂളാണ്. പിന്നെ ഡ്രാക്കുലോറയുടെ ആ ഒരു ഔട്ട്ഫിറ്റ്സ്, അതുപോലെ അതിനൊരു പെറ്റ് ഡോഗ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ആ കുട്ടിയെ അട്രാക്റ്റ് ചെയ്തു. അടുത്തത്, ഹൗ ഡിഡ് ഗ്രേസ് ലേൺ അബൌട്ട് മോൺസ്റ്റർ ഹൈ ഡോൾസ്? ഇതൊന്നും പറയണ്ടല്ലോ. എങ്ങനെയാണ് മോൺസ്റ്റർ ഹൈ ഡോൾസിനെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത്? എങ്ങനെയായിരുന്നു? ഗ്രേസ് ലേൺഡ് അബൌട്ട് മോൺസ്റ്റർ ഹൈ ഡോൾസ് ഫ്രം ഹർ ഫ്രണ്ട് മാഡി ഹു ഷോഡ് ഹർ വീഡിയോസ് ആൻഡ് ഗെയിംസ് അബൌട്ട് ദം. അടുത്തത്, വൈ ഡിഡ് ഗ്രേസ് മദർ ഫൈനലി ഡിസൈഡ് ടു ബൈ ദ മോൺസ്റ്റർ ഹൈ ഡോൾ? അവസാനം അമ്മ ഡിസൈഡ് ചെയ്തു വാങ്ങിച്ചു കൊടുക്കാം, മോൺസ്റ്റർ ഹൈ ഡോൾ വാങ്ങിക്കാം. എന്താ അങ്ങനെ കാര്യം ചിന്തിക്കാൻ? ഗ്രേസ് മദർ ഡിസൈഡഡ് ടു ബൈ ദ മോൺസ്റ്റർ ഹൈ ഡോൾ ബിക്കോസ് ഗ്രേസ് വാണ്ടഡ് ഇറ്റ് ആൻഡ് ഗ്രേസ് എക്സൈറ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ഹർ ഡിസിഷൻ. അല്ലേ, ഗ്രേസിന് അത് വേണം, പിന്നെ അവൾ അതിൽ എത്ര എക്സൈറ്റഡ് ആണ്. അങ്ങനെ അതൊക്കെ കണ്ടപ്പോഴേക്കും എന്നാ ആയിക്കോട്ടെ എന്ന് അമ്മയെന്ന് ചിന്തിച്ചു. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ. അടുത്തത്, ഡി, വൈ ഡു മാർക്കറ്റേഴ്സ് ഫോക്കസ് ദെയർ അറ്റൻഷൻ ഓൺ യങ് കസ്റ്റമേഴ്സ്? എന്തിനാണ് ഈ മാർക്കറ്റേഴ്സ് യങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്? എന്താ കാര്യം? മാർക്കറ്റേഴ്സ് ടാർഗറ്റ് യങ് കൺസ്യൂമേഴ്സ് ബിക്കോസ് ദേ ഹാവ് മണി ടു സ്പെൻഡ്, ഇൻഫ്ലുവൻസ് പാരൻസ് പർച്ചേസസ് ആൻഡ് ബിൽഡ് ബ്രാൻഡ് ലോയൽറ്റി ഏർലി. അല്ലേ, ഈ കുട്ടികളുടെ കയ്യിൽ തന്നെ എന്തുണ്ട്? കാശുണ്ട്. യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ കാശുണ്ട്. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരൻസിൻ്റെ പർച്ചേസ് ചെയ്യുന്നതിനകത്ത് അവർക്ക് എന്ത് ചെയ്യാം? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോഴേ ഒരു ബ്രാൻഡ് ഫോളോ ചെയ്താൽ വലുതാവുമ്പോഴും ആ ഒരു ബ്രാൻഡ് ഫോളോ ചെയ്യുമല്ലോ. ദേ ആർ ദ ഫ്യൂച്ചർ അഡൾട്ട് കൺസ്യൂമേഴ്സ്. അവർക്കറിയാം എന്താണ് ഇനി വരാൻ പോകുന്ന അഡൾട്ട് കൺസ്യൂമേഴ്സാണ് ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സ് എന്നുള്ളത്. ആർക്കറിയാം? ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് അടുത്തത്, ഹൗ ഡു ചിൽഡ്രൻ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ? പാരൻസിൻ്റെ കൺസ്യൂമർ ബിഹേവിയറിനെ ഈ കുട്ടികൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ചിൽഡ്രൻ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് ബൈ ചൂസിങ് എവറി ഡേ ഐറ്റംസ് ലൈക്ക് സ്നാക്സ് ആൻഡ് ടൂത്ത് പേസ്റ്റ്. അല്ലേ, സ്നാക്സും ടൂത്ത് പേസ്റ്റും ഒക്കെ സെലക്ട് ചെയ്യുന്നത് കുട്ടികളാണ്. അതിനവർ എന്ത് ചെയ്യുന്നു? രക്ഷകർത്താക്കളെ അതെടുക്കമ്മേ, ഈ കളർ എടുക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് എടുപ്പിക്കും. As they get older, they also give opinion on bigger purchases like cars and vacations. ഇനി വലുതാകുമ്പോൾ കാറും വെക്കേഷൻ ട്രിപ്പ് എവിടെ പോകണം ഇതൊക്കെ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എഫ്, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് അഡ്വർടൈസിങ് ഓൺ അഡോളസൻസ്? അഡോളസൻസിനെ ഫോക്കസ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യുന്നു. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? Advertising can affect teenagers by making them feel insecure about their looks and purchasing them to buy certain products to fit in. എന്താണ്, നമ്മളിപ്പോൾ സാധാരണ വേഷമൊക്കെ ധരിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ. പക്ഷേ ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ എന്ത് തോന്നും? ഓ, അങ്ങനെ വേണം, അതാണ് ബെസ്റ്റ്, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അപ്പോൾ അതിൻ്റെ പുറകെ പോകണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത കുട്ടികളിൽ ഉണ്ടാകും. അഡ്വർടൈസിങ് ഇൻഫ്ലുവൻസസ് അഡോളസൻസ് ബൈ മേക്കിംഗ് ദം അവെയർ ഓഫ് ബ്രാൻഡ്സ് ആൻഡ് ട്രെൻഡ്സ്. ഈ പരസ്യങ്ങളാണ് ശരിക്കും എന്ത്, ആ ഒരു ട്രെൻഡ്സും അതുപോലെ ബ്രാൻഡിൻ്റെയൊക്കെ പേര് ഈ കുട്ടികളിലേക്ക് കൊണ്ടുവരുന്നത്. ഇറ്റ് ക്യാൻ എഫക്ട് ദെയർ സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ്. അല്ലേ, സെൽഫ് ആയിട്ട് ഓ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഇത് പോരാ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ബോഡി ഇമേജ്, ഇതിനൊക്കെ അവർക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് ആർ പവർഫുൾ. അഡ്വർടൈസിങ് ബിൽഡ്സ് ബ്രാൻഡ് ലോയൽറ്റി ഏർലി. ഇനി സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നതും എന്ത് തന്നെയാണ്? അവരുടെ ഒരു കടന്നു കയറ്റല്, അവരുടെ ആ ഒരു പിടികൂടൽ, നമ്മളെ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യുന്നത് സെലിബ്രിറ്റീസ്. അയ്യോ, ഇന്ന ആളാണോ ഇതിൻ്റെ പരസ്യം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി നമുക്കൊരു വിശ്വാസത ഉണ്ടാവും. അപ്പം എന്താണ്, ഈ ഒരു ബ്രാൻഡുകൾ എന്താണ്, ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് കുട്ടികളിൽ എന്ത് ചെയ്യും? അതിനോടൊരു കൂറുണ്ടാക്കും ഇപ്പോഴേ. അപ്പോൾ പിന്നീട് അതിൻ്റെ
പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഈ കുട്ടികൾ എന്ത് ചെയ്യും, കൂടുതൽ നോക്കും. വലുതാവുമ്പോഴും ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇനി ജി, ഹൗ ഡു അഡോളസൻസ് പെർസീവ് ബ്രാൻഡ് നെയിംസ് ആൻഡ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ്? ഈ ബ്രാൻഡ് നെയിമും ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഒക്കെ കുട്ടികൾ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? അഡോളസൻസ് നോട്ടീസ് ബ്രാൻഡ് നെയിംസ് ആൻഡ് ട്രെൻഡ്സ്. ദേ ഓഫൺ വോണ്ട് പ്രോഡക്ട്സ് ദേ സീ ഇൻ ആഡ്സ്. അല്ലേ, ആഡ്സിൽ കാണുന്ന പ്രൊഡക്ട്സ് അവർക്ക് വേണമെന്ന് അവർക്ക് തോന്നും. ആഡ്സ് മേക്ക് ദം ബിലീവ് ട്രെൻഡി ഐറ്റംസ് വിൽ മേക്ക് ദം ഹാപ്പി. ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുമ്പോഴാണ് അവർ ഹാപ്പിയാവും. സത്യമാണ്. നമ്മൾ എന്തെല്ലാം ചെയ്ത് കൊടുത്താലും, വീട്ടിൽ ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സൊക്കെ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കൊടുത്താലും ഒക്കെ നമ്മൾ കൊടുത്താലും അവർ പരസ്യത്തിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റ് അവർക്ക് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാർക്കുള്ള പ്രൊഡക്ട്സ് നമ്മൾ അവർക്ക് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കരമായി അവർ ഹാപ്പിയാവും. നമ്മൾ വേറെ എന്ത് ചെയ്ത് കൊടുത്താലും അവർ അത്രയും ഹാപ്പി ആവില്ല. ടീൻസ് കെയർ അബൌട്ട് ദി ലേറ്റസ്റ്റ് സ്റ്റൈൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ടെക്. ടെക്നോളജി പരമായിട്ടാണെങ്കിലും ക്ലോത്ത്സിലുമൊക്കെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ടീനേജേഴ്സിന് നന്നായിട്ട് അറിയാം. ദേ ലിങ്ക് പോപ്പുലർ ബ്രാൻഡ്സ് ടു സ്റ്റേറ്റസ് ആൻഡ് ഐഡൻറ്റിറ്റി. അല്ലേ, പോപ്പുലർ പ്രൊഡക്ട്സ് ആണ്, അതാണ് ആ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. അവർ അതുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഇതുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു ചിന്ത. ഇനി എച്ച്, വൈ ഡു അഡ്വർടൈസേഴ്സ് ഓഫൺ യൂസ് സെലിബ്രിറ്റീസ് ടു എൻഡോസ് ദെയർ പ്രൊഡക്ട്സ്? എന്തിനാണ് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത് ഈ പ്രൊഡക്ട്സിനെ? അവരാണ് വന്ന് നമ്മുടെ മുന്നിൽ ഈ പ്രൊഡക്ട്സ് അവതരിപ്പിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? Advertisers use celebrities to endorse a product because teens trust them more. ടീനേജിലുള്ള കുട്ടികൾ അവരെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. സെലിബ്രിറ്റീസ് ആർ സീൻ ആസ് അട്രാക്റ്റീവ് ആൻഡ് കോമ്പിറ്റൻറ്റ്. വളരെ അട്രാക്റ്റീവും കോമ്പിറ്റൻറ്റുമായിട്ടൊക്കെയാണ് ഇവർ മുന്നിൽ വരുന്നത്. ദിസ് മേക്സ് ടീൻസ് മോർ ലൈക്ലി ടു ലൈക്ക് ദ പ്രൊഡക്റ്റ് ആൻഡ് ട്രസ്റ്റ് ഇറ്റ്. അല്ലേ, ആ പ്രൊഡക്റ്റ് നമുക്ക് വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കൂടുതൽ കാരണമാവുന്നത് ഈ സെലിബ്രിറ്റീസിൻ്റെ കടന്നുവരവ് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാനായിട്ട്. അല്ലേ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ ഹിഡൻ പിറ്റ്ഫോൾസ് ദാറ്റ് ലോക്ക് ബിഹൈൻഡ് ദ സീൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞു പിറ്റ്ഫോൾസ് ഉണ്ട്, അല്ലേ, ചതിക്കുഴികൾ. അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഈ പ്രൊഡക്റ്റ് പുറമേ കാണുന്ന പോലെയല്ല, അത് ഈ ഒരു പരസ്യം നമ്മളിങ്ങനെ കണ്ടു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന കുറച്ച് എഫക്ട്സ് ഉണ്ട്. എന്താ അത്? ദ ഹിഡൻ പിറ്റ്ഫോൾസ് റെഫർ ടു ദി നെഗറ്റീവ് എഫക്ട്സ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിന് നമ്മൾ കാണുന്നത് എന്താണ്? പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം പോസിറ്റീവ്സ് ആണല്ലേ ടീനേജേഴ്സിൻ്റെ മുന്നിൽ. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഹിഡൻ പിറ്റ്ഫോൾസ്. ദീസ് ഇൻക്ലൂഡ് ലോ സെൽഫ് എസ്റ്റീം ഫ്രം കമ്പയറിംഗ് വിത്ത് ഐഡിയലൈസ്ഡ് ഇമേജസ്, പ്രഷർ ടു ഫോളോ ട്രെൻഡ്സ് ആൻഡ് എ ഫോക്കസ് ഓൺ മെറ്റീരിയലിസം. അല്ലേ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും കാണാൻ ഒരുപോലെയല്ല. അല്ലെ, പല ഷേപ്പിലുള്ളവരുണ്ട്, പല കളറിലുള്ളവരുണ്ട്, പല ഹൈറ്റിലുള്ളവരുണ്ട്, അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാൻ വരുന്നവരെങ്ങനെയാണ്? വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ സ്ലിം ആയിട്ടുള്ള, വളരെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർ. അല്ലേ, അപ്പം നമ്മളെ അവരുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ പോരാ, അങ്ങനെയാണ് ശരിക്കും ഒരു സ്ത്രീ ഇരിക്കേണ്ടത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇരിക്കേണ്ടത് അങ്ങനെയാണ്, അങ്ങനെ ആകണം, അല്ലെങ്കിൽ ഞാനൊക്കെ വേസ്റ്റാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് നമ്മളോടുള്ളത് തന്നെ ഇഷ്ടം അതങ്ങ് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രെൻഡ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. മെറ്റീരിയലിസം, എന്തെങ്കിലും പ്രൊഡക്റ്റിലോട് നമ്മൾ ആ ഒരു പ്രൊഡക്ട്സിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ആഡ്സ് ക്യാൻ ഓൾസോ മേക്ക് ചിൽഡ്രൻ കെയർ മോർ അബൌട്ട് ലുക്സ് ആൻഡ് ബ്രാൻഡ്സ് ദാൻ അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാട്ടിയും കൂടുതലും ലുക്കിനും അതുപോലെ ബ്രാൻഡിനുമൊക്കെ പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങും. ഇപ്പം വളരെ നല്ല പ്രോഡക്റ്റ്സ് ചെയ്യുന്ന, വളരെ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലേ, അതിനൊന്നുമല്ല. നമ്മുടെ ഉള്ളിലൊരു പേരുണ്ട്. ഇൻ കേസ് ഇപ്പോൾ നമ്മളൊരു ഫുഡ് തന്നെ നോക്കും മക്കളെ, നമ്മളൊരു ബ്രാൻഡഡ് നെയിം, ഞാൻ പറയുന്നില്ല, നമ്മൾ വെജിറ്റബിൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഹോട്ടലുണ്ടോ എന്ന് നോക്കും. അവിടെയാണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് കയറും. അപ്പം അല്ലേ, അതൊരു വിശ്വാസമാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ഥലത്തെത്തുമ്പോഴത്തേനും നമ്മളൊരു ഹോട്ടലിൻ്റെ പേര് കണ്ടു, അത് ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഹോട്ടൽ, ഇവിടെ കയറിയാൽ മതി, അത്രേ ഉള്ളൂ. നമ്മുടെ വിശ്വാസം ആ ഒരു ബ്രാൻഡിലാണ്. നാട്ടിൽ എത്രയോ വീട്ടിൽ ചെറിയ 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 സെറ്റപ്പിൽ ഫുഡ് നല്ല രീതിയിൽ ചെയ്തു തരുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ നമ്മളൊരിക്കലും അങ്ങോട്ട് പോകത്തില്ല. നമ്മളെന്താ നോക്കുക? ഈ ഒരു ബ്രാൻഡിൻ്റെ പറയുക പോലെ. ഇപ്പോൾ പറഞ്ഞ ക്ലോത്തിലായാലും എല്ലാത്തിലും ഇതുപോലെ ബാധകമാണ് കേട്ടോ. അപ്പോൾ അതാണ്. ഇനി റീവിസിറ്റ് ദ പാസേജ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അത് നോക്കൂ. വൈ വാസ് ഹർ മദർ സർപ്രൈസ്ഡ് വെൻ ഗ്രേസ് ആസ്ക്ഡ് ഫോർ എ മോൺസ്റ്റർ ഹൈ ഡോൾ? മോൺസ്റ്റർ ഹൈ ഡോൾ വേണം എന്ന കുട്ടി പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കരമായി സർപ്രൈസ്ഡായി. എന്താണ് കാര്യം? ഗ്രേസ് മദർ വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് ഗ്രേസ് ഹാഡ് നെവർ ഷോൺ എനി ഇൻട്രസ്റ്റ് ഇൻ എ മോൺസ്റ്റർ ഹൈ ഡോൾ ബിഫോർ. ഇതിനു മുമ്പൊന്നും ഒരു മോൺസ്റ്റർ ഹൈ ഡോൾ വേണം അങ്ങനെയൊന്നുള്ള ഒരു ഇൻട്രസ്റ്റും ആ കുട്ടി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മ സർപ്രൈസ്ഡായി. അടുത്തത്, ഡു യു തിങ്ക് ഇറ്റ് നെസസറി ഫോർ പാരൻസ്
ടു ഹെൽപ്പ് ദെയർ ചിൽഡ്രൻ മേക്ക് ഗുഡ് കൺസ്യൂമർ ചോയ്സസ് വിത്തൗട്ട് റിലൈയിങ് ഓൺലി ഓൺ അഡ്വർടൈസ്മെൻറ്റ്. വൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ എന്താണ് നമ്മളെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം? എന്തിനാണ്? ഗുഡ് കൺസ്യൂമർ ആകാൻ. കാര്യം എന്താണ്? നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പുറകെ പോകാതെ നല്ല കൺസ്യൂമർ ആകാൻ കുട്ടികളെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛൻ ഒക്കെ പ്രാപ്തരാക്കണം എന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? തീർച്ചയായും വേണം അല്ലേ? നമ്മളൊക്കെ നമ്മളെ മക്കളെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യും? അത് വേണം, എൻ്റെ കൂട്ടുകാരൻ്റെ അതുകൊണ്ട് അതെനിക്ക് വേണം എന്ന് വാശി പിടിക്കുമ്പം അവരെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ പാരൻസ് അങ്ങ് സമ്മതിക്കും. അത് വേണ്ട. എന്താ ചെയ്യേണ്ടത്? യെസ്, പാരൻസ് ഷുഡ് ഹെൽപ്പ് ദെയർ ചിൽഡ്രൻ മേക്ക് ഗുഡ് കൺസ്യൂമർ ചോയ്സ്. നല്ല കൺസ്യൂമർ ചോയ്സ് ആവണം. അത് ഉണ്ടാക്കിയെടുക്കണം കുട്ടികളിൽ. അത് ആരാണ് ചെയ്യേണ്ടത്? പാരൻസ് ആണ് ചെയ്യേണ്ടത്. അഡ്വർടൈസ്മെൻറ്റ്സ് ഓഫൺ ഇൻഫ്ലുവൻസ് കിഡ്സ് ടു ബൈ തിങ്സ് ദേ ഡോണ്ട് റിയലി നീഡ്. എന്താണ്? കുട്ടികൾക്ക് ശരിക്കും വേണ്ടാത്ത കാര്യങ്ങൾ പോലും വാങ്ങിക്കാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? പാരൻസ് ക്യാൻ ടീച്ച് ചിൽഡ്രൻ ടു തിങ്ക് കെയർഫുള്ളി ബിഫോർ ബൈയിങ് ആൻഡ് ടു ചൂസ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ദെയർ ട്രൂ നീഡ്സ്. എന്താ വേണ്ടത്? കെയർഫുള്ളായിട്ട് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. പിള്ളേരൊക്കെ ഓരോ പരസ്യം കാണുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചു വയ്ക്കും. പിന്നെ അവിടെ ഇവിടെ കളഞ്ഞിരിക്കുന്ന കാണാം. എല്ലാവരും അതിലും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേണം, അത്രേ ഉള്ളൂ. ശരിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ദിസ് ഹെൽപ്സ് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാണ്ട്സ് ആൻഡ് നീഡ്സ് ആൻഡ് അവോയ്ഡ് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ആർട്സ്. ഉണ്ടാവും. ഇത് എന്ത് സഹായിക്കും കുട്ടികളെ? വാണ്ട്സ്, നമ്മുടെ ആവശ്യങ്ങൾ, അതുപോലെ നമ്മുടെ നീഡ്സ്. ചുമ്മാ നമുക്കത് വേണം എന്നുള്ള ചിന്ത, അതിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ്, അതുപോലെ നമ്മൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ്, ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പാരൻസ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളെ സഹായിക്കും. അടുത്തത്, അഡ്വർടൈസ്മെൻറ്റ്സ് കൺ ഹെൽപ്പ് കൺസ്യൂമർ ഡെവലപ്പ് പോസിറ്റീവ് വാല്യൂസ്. ഡു യു അഗ്രി? വൈ? ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കൺസ്യൂമേഴ്സിനെ പോസിറ്റീവ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് തോന്നുന്നുണ്ടോ? പോസിറ്റീവ് വാല്യൂസ് ആണോ ഇതിലൂടെ കിട്ടുന്നത്? അല്ല. ഐ ഡോണ്ട് അഗ്രി. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ദാറ്റ് ആഡ്സ് ഹെൽപ്പ് ഡെവലപ്പ് പോസിറ്റീവ് വാല്യൂസ്. ഇല്ല. ആഡ്സ് മോസ്റ്റ്ലി ക്രിയേറ്റ് ഡിസയർ ഫോർ എനി തിങ്സ് വി ഡോണ്ട് നീഡ്. ശരിക്കും നമുക്ക് വേണ്ടാത്ത പ്രൊഡക്ട്സ് നമ്മൾ വേണം എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് ശരിക്കും ഈ ആഡ്സ് എന്ന് പറയുന്നത്. ദേ ക്യാൻ എൻകറേജ് മെറ്റീരിയലിസം ആൻഡ് കമ്പാരിസൺസ്, എസ്പെഷ്യലി ഇൻ കിഡ്സ്. പ്രൊഡക്ട്സ് കിട്ടുമ്പോഴുള്ള സന്തോഷം, മെറ്റീരിയലിസം, അല്ലെങ്കിൽ എന്താണ് കമ്പാരിസൺസ്, തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഈ ആഡ്സ് കൊണ്ട് കിട്ടുന്നത്. ആഡ്സ് ഫോക്കസ് ഓൺ ഇൻസ്റ്റൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, പെട്ടെന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നോട്ട് റെസ്പോൺസിബിൾ ചോയ്സ്, വളരെ റെസ്പോൺസിബിളായിട്ട് ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന ഒരു ചോയ്സ് ആണോ? അല്ല. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ടീച്ചിങ് ഗുഡ് വാല്യൂസ്. ഗുഡ് വാല്യൂസ് പഠിപ്പിക്കാൻ ആരൊക്കെ റെസ്പോൺസിബിളാണ്? പാരൻസും അതുപോലെ ടീച്ചേഴ്സും. ഇനി, സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓൺ ചിൽഡ്രൻ. ഹൗ ക്യാൻ വി അനലൈസ് ആഡ്സ് ആൻഡ് മേക്ക് സ്മാർട്ട് ചോയ്സസ്? അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കുട്ടികളിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം. ഇനി നമുക്കിതെങ്ങനെ സ്മാർട്ട് ചോയ്സസ് കുട്ടികളിൽ ഉണ്ടാക്കാം എന്നൊരു അനലൈസും കൂടി നിങ്ങളൊന്ന് അനാലിസിസ് നടത്തി പറയും. ആഡ്സ് ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ അ ലോട്ട്. ഒരുപാട് കുട്ടികളെ ആഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ യൂസ് ഫൺ വിഷ്വൽസ് ആൻഡ് സെലിബ്രിറ്റീസ് ടു ഗ്രാബ് അറ്റൻഷൻ ഗ്രാബ് ചെയ്തെടുക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും? വളരെ ഫണ്ണായിട്ടുള്ള വിഷ്വൽസ്, പിന്നെ സെലിബ്രിറ്റീസ്, ഇവരെയൊക്കെ കൊണ്ടുവരും. ദിസ് ക്യാൻ മേക്ക് കിഡ്സ് വോണ്ട് തിങ്സ് ദേ ഡോണ്ട് നീഡ്. ആവശ്യമില്ലാത്ത സാധനങ്ങളെ വോണ്ട് ചെയ്യണം, എനിക്ക് വേണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിക്കുന്നത് ഇതാണ്. ടു മേക്ക് സ്മാർട്ട് ചോയ്സസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. റെക്കഗ്നൈസ് മാർക്കറ്റിംഗ് ട്രിക്സ്, ഈ മാർക്കറ്റിൻ്റെ ട്രിക്സ് പറഞ്ഞു കൊടുക്കുക. ആസ്ക് ഇഫ് ഇറ്റ് ഈസ് റിയലി നീഡഡ്, ഇത് നിങ്ങൾക്ക് നീഡാണോ അതോ ജസ്റ്റ് വാണ്ട് മാത്രമേ ഉള്ളോ എന്നുള്ളത് ചോദിക്കുക. ടീച്ച് അബൌട്ട് ആർട്സിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ക്വസ്റ്റ്യൻ ദ പ്രൊഡക്ട്സ് വാല്യൂ, ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്ന് കുട്ടികളോട് ചോദിക്കുക. സെറ്റ് ബൈയിങ് റൂൾസ്, സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു ഇന്ന റൂളിലെ സാധനം വാങ്ങിക്കാവോ എന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഫോക്കസ് ഓൺ നോൺ മെറ്റീരിയൽ ഹാപ്പിനെസ്, തീർച്ചയായിട്ടും അത് വേണം. എന്താണ് ഈ മെറ്റീരിയലിസം അതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. അപ്പം അതിനപ്പുറമുള്ള സന്തോഷങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി, ഹൗ ഡു ആഡ്സ് എഫക്റ്റ് യുവർ ഷോപ്പിംഗ് പ്രിഫറൻസസ്? പ്രിഫറൻസിനെ ആഡ്സ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ആഡ്സ് മേക്ക് മീ വോണ്ട് തിങ്സ് ഐ ഡോണ്ട് നീഡ്, മൈറ്റ് നോട്ട് നീഡ്. എനിക്ക്
ആവശ്യമില്ലാത്ത ചില സാധനങ്ങളും എനിക്ക് വേണം എന്നുള്ള ചിന്ത എന്നിൽ ഉണ്ടാക്കുന്നു. ദേ ഷോ പ്രോഡക്ട്സ് ഇൻ ഫൺ വേസ് ആൻഡ് മേക്ക് ദം സീം കൂൾ ഓർ പോപ്പുലർ. ഭയങ്കര ഫണ്ണായിട്ട് കൊണ്ടുവരും, അപ്പോൾ അത് വളരെ കൂളാണെന്ന് തോന്നും, വളരെ പോപ്പുലർ ആണെന്ന് തോന്നും. ഐ മൈറ്റ് ഫീൽ ലൈക്ക് ഐ നീഡ് ദം. എനിക്ക് തോന്നും എനിക്കത് വേണം, എനിക്ക് ആവശ്യമുള്ളതാണെന്ന് എനിക്കങ്ങ് തോന്നും. ബിക്കോസ് ഓഫ് ദ ബ്രാൻഡ് ഓർ സെലിബ്രിറ്റി. ബ്രാൻഡും സെലിബ്രിറ്റിയും തന്നെയാണ് ഇവിടെ കാരണമാകുന്നത്. ആഡ്സ് ക്യാൻ മേക്ക് മീ മോർ അവെയർ ഓഫ് വാട്ട്സ് ട്രെൻഡി എന്താണ് എന്ന് എന്നെ സഹായിക്കാൻ ഈ ആഡ്സ് ആണ് ഉപകരിക്കുന്നത്. ഇനി വാട്ട് ഷുഡ് അഡ്വർടൈസേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസ് ബെയർ ഇൻ മൈൻഡ് വൈൽ പ്രൊമോട്ടിംഗ് പ്രൊഡക്ട്സ്. സെലിബ്രിറ്റീസും അതുപോലെ അഡ്വർടൈസേഴ്സും ഉറപ്പായും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രൊഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരെന്താണ് മൈൻഡിൽ നിർത്തേണ്ടത്? Celebrities and advertisers should think about how their endorsement might affect young people and make sure they are promoting positive things. അല്ലേ, യങ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ ഉറപ്പായിട്ട് മനസ്സിൽ വെക്കണം. അതുപോലെ തന്നെ അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നും ഉറപ്പ് വരുത്തേണ്ടത് അവരുടെ ഒരു ആവശ്യം തന്നെയാണ്. കാര്യം അവർ സമൂഹത്തിൽ നൽകുന്ന മെസ്സേജ് എന്തായിരിക്കണം? പോസിറ്റീവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയൽസത്തിൽ നിന്ന് കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് കയറും അല്ലേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈ 2 സെൻറ്റൻസിൽ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തത്, ഡസ് ക്രാഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് ഹാവ് ലോങ് ടേം കോൺസിക്വൻസസ്. ക്രാഡിൽ ടു ഗ്രേവ് എന്താണ്? ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെയുള്ള പ്രൊഡക്ട്സ് എന്നുള്ള ഒരു ടാഗ് ലൈൻ ഇപ്പോൾ ഒരുപാട് പേർക്കും ഉണ്ട്. ടാഗ് ലൈനായിട്ട് അവരിട്ടില്ലെങ്കിലും അവർ ജനിക്കുമ്പോൾ തൊട്ടുള്ള പ്രൊഡക്ട്സ് ഇറക്കും. നമ്മൾ മരിക്കുന്നിടം വരെ അത് ഉള്ള പ്രൊഡക്ട്സും അവരിറക്കും. അപ്പം നമ്മൾ ആ ഒരു ട്രെൻഡിലങ്ങ് പോകും. എന്താണ്? ഒരു ലോയൽറ്റി ആ പ്രൊഡക്റ്റിനോട് നമ്മൾ കാണിക്കും. അപ്പോൾ അതിനെന്തൊക്കെ കോൺസിക്വൻസസ് ആണുള്ളത് ഡിസ്കസ് ചെയ്യൂ. എന്താണ്? യെസ്, ക്രാഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് ക്യാൻ ഹാവ് ലോങ് ടൈം എഫക്ട്സ്. എന്ന് വെച്ചാൽ നമ്മുടെ മരണം വരെ ഇപ്പോൾ ലോങ് ടൈം എഫക്ട്സ് അവിടെ ഉണ്ട്. ഇറ്റ് ബിൽഡ്സ് ബ്രാൻഡ് ലോയൽറ്റി ഫ്രം എ യങ് ഏജ്. യങ് ആയിട്ടുള്ള പ്രായം തൊട്ട് തന്നെ ഒരു ബ്രാൻഡിനോടുള്ള ഒരു ലോയൽറ്റി അവർ കാണിക്കുന്നു. മേക്കിംഗ് പീപ്പിൾ സ്റ്റിക്ക് ടു സർട്ടൻ ബ്രാൻഡ്സ് ഫോർ ലൈഫ്. ആൾക്കാർ തന്നെ എന്ത് ചെയ്യും? ചില പ്രൊഡക്ട്സ് അതിൽ സ്റ്റിക്കാവും, ആ ഒരു ബ്രാൻഡിൽ അങ്ങ് സ്റ്റിക്കാവും, അവരെ മരണം വരെ അങ്ങനെ ഫോളോ ചെയ്യും. ദിസ് ക്യാൻ ലീഡ് ടു കോൺസ്റ്റൻറ്റ് ബൈയിങ് ഈവൻ വെൻ ഇറ്റ് ഈസ് അൺനെസസറി. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കാൻ തുടങ്ങും, നമ്മൾക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ വാങ്ങിക്കും. ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് മെറ്റീരിയലിസം ആൻഡ് അൺറിയലിസ്റ്റിക് ഐഡിയാസ് അബൌട്ട് ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ ഹാപ്പിനെസ് അതിലാണ് കുടിയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും. മെറ്റീരിയലിസമാണ് അവിടെ കാണിക്കുന്നത്. ഇനി അഡ്വർടൈസ്മെൻറ്റ് ഇൻഫ്ലുവൻസ് അസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഒരു വലിയ പരിധി വരെയും ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഈസ് ഇറ്റ് വൈസ് ടു ഫോളോ ദം ബ്ലൈൻഡ്ലി? കണ്ണടച്ചതിനെ ഫോളോ ചെയ്യുന്നത് ശരിയാണോ? സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ. നോ. നല്ലതാണോ? ഉറപ്പായിട്ടും അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു ഫോളോ അഡ്വർടൈസ്മെൻറ്റ് ബ്ലൈൻഡ്ലി. അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നത് നല്ല രീതിയല്ല. വൈൽ ആഡ്സ് ക്യാൻ ബി പെർസ്വേസീവ്, ദേ ഓഫൺ പ്രൊമോട്ട് അൺറിയലിസ്റ്റിക് ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽസ്. നമ്മളതിനെ ഫോളോ ചെയ്യാനായിട്ട് പെർസ്യൂ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമെങ്കിലും അത് കൊണ്ടുവരുന്നത് എന്താണ്? ഈ ഒരു പരസ്യത്തിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? അൺറിയലിസ്റ്റിക്, യാഥാസ്ഥികമല്ലാത്ത, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഐഡിയാസാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഫോളോയിങ് ദം വിത്തൗട്ട് തിങ്കിങ് ക്യാൻ ലീഡ് ടു പുവർ ഡിസിഷൻസ്. ചിന്തിക്കാതെ അവരെ പുറകിന് പോകുന്നത് വളരെ മോശമായ ഡിസിഷൻസിലോട്ടാണ് നമ്മളെ എത്തിക്കുന്നത്. അഫക്റ്റ് സെൽഫ് എസ്റ്റീം, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അത് അഫക്റ്റ് ചെയ്യും. ആൻഡ് ക്രിയേറ്റ് അൺനെസസറി ഡിസയേഴ്സ്, നമ്മൾക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് അത് കുത്തി നിറയ്ക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ക്രിട്ടിക്കൽ. ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്രിട്ടിക്കലായിരിക്കണം. നമ്മൾക്ക് വേണ്ടുന്നതാണോ വേണ്ടാത്തതാണോ നല്ലതാണോ മോശമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. മേക്ക് ചോയ്സസ് ബേസ്ഡ് ഓൺ ജെനുവിൻ നീഡ്സ് റാദർ ദാൻ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. ജെനുവിൻ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നീഡ്സ് മാത്രം നമ്മൾ കൊണ്ടുവരിക. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കണ്ടൊന്നും വാങ്ങിക്കാൻ പോകരുത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു ബോർഡ് കേട്ടിട്ടില്ലേ നമ്മൾ? ഒരു ബുക്കിനെയും അതിൻ്റെ കവറ് കണ്ട് ജഡ്ജ് ചെയ്യരുത്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കണം. ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മളത് പറയും, പല കാര്യങ്ങൾക്കും നമുക്കത് പറയാം. നമ്മൾ എന്ത് ചെയ്യും? പുറമേ കാണുന്ന ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം നോക്കി എടുക്കും. ചിലത് പുറമേ മോശമായിരിക്കും, പക്ഷെ ഉള്ളിൽ നല്ലതായിരിക്കും. അപ്പോൾ ഒന്നിൻ്റെയും പുറമേ ഉള്ള ഒരിത് കണ്ട് നല്ലത് മോശം എന്ന് ചിന്തിക്കരുത്.
ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്? അഡ്വർടൈസിങ്ങിൽ ഇത് ട്രൂ ആണോ? യെസ്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഈസ് ട്രൂ ഫോർ അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൽ അത് ട്രൂ ആണ്. അഡ്വർടൈസ്മെൻറ്റ്സ് ഓഫൺ പ്രസൻറ്റ് പ്രോഡക്ട്സ് ഇൻ ആൻ അട്രാക്റ്റീവ് വേ. അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഹൈലൈറ്റിംഗ് ദെയർ ബെസ്റ്റ് ഫീച്ചേഴ്സ്. അവരുടെ ബെസ്റ്റ് ഫീച്ചേഴ്സാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ബട്ട് ദിസ് മെ നോട്ട് റെപ്രസെൻറ്റ് ദ ആക്ച്വൽ വാല്യൂ ഓർ ക്വാളിറ്റി. ഇത് കാണിക്കുന്നത് അതിൻ്റെ ആക്ച്വൽ വാല്യൂ, ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, വില എന്നുള്ളത് മാത്രമല്ല, പ്രൊഡക്റ്റിനൊരു ഓരോ വ്യക്തിക്കും ഒരു വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിനും ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അതല്ല അവിടെ കാണിക്കുന്നത്. പീപ്പിൾ മെ ബി ഡ്രോൺ ടു എ പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് അപ്പിയറൻസ് ഓർ ദ അപ്പീൽ ക്രിയേറ്റഡ് ബൈ ദി ആഡ്. ആൾക്കാർ എൻ്റെ പുറകെ പോകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു അപ്പിയറൻസ് കണ്ടിട്ട്, അല്ലെങ്കിൽ അത് ആഡിലൂടെ കിട്ടുന്ന അതിൻ്റെ ആ ഒരു അപ്പീൽ. നമ്മളതങ്ങ് അപ്പീലാണ്. ഓരോരുത്തരുടെ ആ ഒരു ചിലരുടെ ഡ്രസ്സിങ് ഭയങ്കര അപ്പീലിംഗ് എന്ന് പറയില്ലേ, അതുപോലെ ഈ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കവർ അതുപോലെ ആഡിലൂടെ കിട്ടുന്നു. താണ്ടെ ഒരു തുള്ളി തേക്കുന്നു, മുടി തഴച്ച് വളരുന്നു, ഒരു തുള്ളി മുഖത്തേക്ക് ഒഴിക്കുന്നു, മുഖം ഇങ്ങനെ ക്ലീൻ ആയിട്ടൊക്കെ പെട്ടെന്ന് ഗ്ലോയിങ് ആവുന്നു. ഇതൊക്കെ അപ്പീലിംഗ് ആണ്. നമ്മളിതൊക്കെ കണ്ടിട്ടാണ് എൻ്റെ പുറകിന് പോകുന്നത്. People may be drawn to a product based on its appearance or the appeal created by the ad. But it is important to look beyond the surface. ഉണ്ടാവും ആ ഒരു സർഫസിലൂടെ. ചിലതിൻ്റെ പാക്കിങ്, എൻ്റെ കവറിങ്, എൻ്റെ ഡിസൈനിങ് ഒക്കെ ഭയങ്കര ഭംഗിയുള്ളതായിരിക്കും. പക്ഷേ ആ സർഫസിൽ കാണുന്ന അതിന് ഉള്ളിലേക്ക് പോകുമ്പോൾ ആൻഡ് കൺസിഡർ ദ ട്രൂ വർത്ത് ഓർ പർപ്പസ് ഓഫ് ദ പ്രൊഡക്റ്റ് ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് പ്രൊഡക്റ്റിൻ്റെ അതിന് ഉള്ളിൽ കണ്ടൻറ്റ്, നമ്മൾ അറ്റ്ലീസ്റ്റ് കണ്ടൻറ്റെങ്കിലും വായിച്ച് നോക്കിയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? സോപ്പ് പോലും സെലക്ട് ചെയ്യും, അതിൻ്റെ TFM പോലും അറ്റ്ലീസ്റ്റ് നോക്കത്തില്ല. പരസ്യം കണ്ടങ്ങ് വാങ്ങിക്കും. അത് ഫസ്റ്റ് ഗ്രേഡ് സോപ്പാണോ എന്നെങ്കിലും നോക്കിയിട്ടല്ല നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത്രയുമെങ്കിലും നോക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബൈ ഇറ്റ്സ് കവർ, അതിൻ്റെ പുറത്തുള്ള ഒരു ഭംഗി കണ്ടിട്ട്, അട്രാക്ഷൻ കണ്ടിട്ട് നോക്കിയല്ല വാങ്ങേണ്ടത്. അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റെങ്കിലും നോക്കുക. ഓൺലൈനിൽ വാങ്ങിക്കുന്നവർ ജസ്റ്റ് റിവ്യൂ ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഇത് തന്നെ ലെങ്തിയാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റീസ് ഇട്ടിട്ട് പെൻഡിങ് ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ഇടും കേട്ടോ. കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. മക്കളെ നല്ല മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.